നഗര നവീകരണത്തിന് മുൻതൂക്കം നൽകി കൊച്ചി നഗരസഭ 839 കോടിയുടെ ബജറ്റ് അവതരിപ്പിച്ചു. നഗരസഭയുടെ ചരിത്രത്തിലെ വർദ്ധിച്ച വാർഷിക അടങ്കലുള്ള ബജറ്റാണ് ഇത്തവണത്തേത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് മുൻകൂട്ടി കണ്ട് ബജറ്റ് നഗരവികസനത്തിന് ഉദാരമായി തുക അനുവദിച്ചിട്ടുണ്ട്. 867 കോടി രൂപ വരവും 839 കോടി ചിലവും 18 കോടി രൂപ നീക്കിയിരിപ്പുമുള്ള നഗരസഭാ ബജറ്റ് റോഡ്, ഗതാഗതം, മാലിന്യ സംസ്കരണം, ടൂറിസം എന്നീ മേഖലകൾക്ക് ഊന്നൽ നൽകി. നിലവിലുള്ള വികസന പദ്ധതികൾ പൂർത്തിയാക്കാനും ഉദാരമായി തുക അനുവദിച്ചിട്ടുണ്ട്. ബജറ്റിലെ പ്രധാന പ്രഖ്യാപനങ്ങൾ ഇവയാണ്: തമ്മനം പുല്ലേപ്പടി റോഡിനായി 25 കോടി രൂപ, ജലഗതാഗതം നവീകരിക്കുന്നതിന് 20 ആധുനിക ബോട്ടുകൾ വാങ്ങും, ഇതിന് 2 കോടി രൂപ വകയിരുത്തി. സൗത്ത് മേൽപ്പാലത്തിന് സമാന്തരമായി പാലം നിർമ്മിക്കുന്നതിന് റെയിൽവേക്ക് 1.5 കോടി രൂപ നൽകും. കേന്ദ്ര സർക്കാർ അനുവദിച്ച 200 AC ലോ ഫ്ലോർ ബസ്സുകളും ഈ സാമ്പത്തിക വർഷം തന്നെ പുറത്തിറക്കും. ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ പുനരുദ്ധാരണത്തിന് 8 കോടി രൂപ അനുവദിച്ചു. പ്ലാന്റിന്റെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാൻ 50 ലക്ഷം രൂപയും വകയിരുത്തി. ഏപ്രിൽ 10-നകം RDF പ്ലാന്റും പ്രവർത്തന സജ്ജമാക്കും. ഒരു മാസത്തിനകം മാസ്റ്റർ പ്ലാനിന്റെ അടിസ്ഥാനത്തിൽ കടമ്പറയാർ ടൂറിസത്തിന് മിഴിവേകാൻ കഴിയുന്ന വിധം പദ്ധതികൾ ആവിഷ്കരിക്കും. ഔഷധത്തോട്ടം, പുഷ്പോദ്യാനം, പച്ചക്കറി കൃഷി, ഫലവൃക്ഷങ്ങൾ, നഗരസഭ വർക്ക്ഷോപ്പ്, സർവീസ് സ്റ്റേഷൻ, റെസ്റ്റ് ഹൗസ്, ആധുനിക അറവുശാല, പ്ലാസ്റ്റിക് സംസ്കരിച്ച ക്രൂഡ് ഓയിൽ നിർമ്മിക്കുന്ന ഫാക്ടറി, ഡ്രെയിനേജ്, റോഡുകൾ, കുളങ്ങളുടെ സംരക്ഷണം തുടങ്ങിയതെല്ലാം ഇതിന്റെ ഭാഗമായിരിക്കും. കൗൺസിലിന്റെ അവസാന ബജറ്റായതിനാൽ ഡിവിഷൻ ഫണ്ടുകളും വാരിക്കോരി നൽകിയിട്ടുണ്ട്. 1 ലക്ഷം വൃക്ഷത്തൈകൾ വെച്ചുപിടിപ്പിക്കാനുള്ള പദ്ധതിയും ഇത്തവണ ബജറ്റിൽ പുതുതായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്.